ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് DSL 2730U എങ്ങനെയാണ് റീസെറ്റ് ചെയ്യണമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു റീസെറ്റ് ബട്ടൺ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ഡീലിങ്ങിന്റെ റൗട്ടറിലും ഇത്തരത്തിലാണ് റീസെറ്റ് ബട്ടൺ ഉള്ളത്. ചെറിയ ബട്ടൺ നമുക്ക് ഇതേപോലത്തെ പിൻ ഉപയോഗിച്ചിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബട്ടണിൽ ജസ്റ്റ് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈറ്റുകൾ റീലോഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പോൾ ലൈറ്റ് കത്തിയൊക്കെയാണ്, അത് റീലോഡ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ലൈറ്റും ഇപ്പോൾ കത്തി. ഇനി അത് റീസെറ്റ് ബട്ടൺ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും റീലോഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. പവർ ബട്ടൺ തെളിയുന്നത് കാണാൻ പറ്റും. ബാക്കിയുള്ള ലൈറ്റുകൾ ഓരോന്നോരോന്നോരോന്നായി തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇത് PC-യിൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നെറ്റ്വർക്ക് വഴി ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഡിഫോൾട്ട് IP നമുക്ക് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്കിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ncpa.cpl എന്നടിച്ചു കൊടുക്കാം. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്കിൻ്റെ IP നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് തന്നതാണ്. പിന്നെ 1.1 ആണ് അതിൻ്റെ IP ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം 192.168.1.1 എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീലിങ്ങിൻ്റെ ലോഗിൻ പേജ് കിട്ടും. അവിടെ യൂസർ നെയിം, അഡ്മിൻ, പാസ്വേഡും അഡ്മിനായിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗിൻ ആവും. ഇങ്ങനെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഡീലിങ്ങിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കോൺഫിഗറേഷൻ ആണ്. ഇത് DSL റൗട്ടർ ആയതുകൊണ്ട് തന്നെ DSL കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് WAN നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ പോർട്ടുകളും ഇതിൻ്റെ LAN ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ഒരു ADSL-ഉം 4 LAN പോർട്ടുമാണ് ഉള്ളത്. ഇതിൽ DSL കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഇന്റർനെറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് നമുക്കൊരു വയർലെസ് റൗട്ടറായിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇത് നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് വിസാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. സെറ്റപ്പ് വിസാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ അതിൻ്റെ മേജർ സെറ്റിങ്സുകൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റപ്പ് വിസാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സെറ്റപ്പ് വിസാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരും. ഡിവൈസ് ലോഗിൻ ചേഞ്ച് ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമുക്ക് പ്രൊസീജിയറാണ് ഉള്ളതെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ഡിവൈസിൻ്റെ യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റും ടൈം, അതേപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ സെറ്റ് ചെയ്യണത്, അതേപോലെ തന്നെ വയർലെസ് നെറ്റ്വർക്ക്, അതായത് അതിൻ്റെ SSID മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ 5 സ്റ്റെപ്പാണ് നമ്മൾ ഈ സെറ്റപ്പ് വിസാർഡിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇത് മാനുവലി ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്റർനെറ്റ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് ഡീറ്റെയിൽസ് ആണോ ഇന്റർനെറ്റിന്റെ PPPoE ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ലോഗിൻ നെയിമും ഏതാണോ, PPPoEയുടെ ലോഗിൻ നെയിം ഏതാണോ, അതായത് DSLന്റെ ലോഗിൻ നെയിം ഏതാണോ, ഈ യൂസർ നെയിം പാസ്വേഡ്, PPPoE യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം അതിന്റെ ഒതന്റിക്കേഷൻ മെത്തേഡ് മറ്റു കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യാം. അതിനുശേഷം ഇത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സേവ് ആവും. അതിന്റെ കോൺഫിഗറേഷൻ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് ഇനി എഡിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ ഇവിടെ സേവ് ആയതായിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.